പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്താറുള്ള ഡൽഹി സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിലേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. ഓശാന ഞായറായ ഇന്ന് ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിനാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്ന് അല്പസമയത്തിനകം പള്ളി വളപ്പിൽ മാത്രമായി പ്രദക്ഷിണം നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ 15 വർഷമായി ഓശാന ഞായറിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടത്താറുണ്ടെന്ന് ഇടവ വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ പറഞ്ഞു. Actually, we had applied for the permission long back, but due to some reasons, security reasons, they said they will not be able to give us permission. Maybe we don't know the reasons. But this time we didn't get. Even before that also we didn't get 1 or 2 years back. Last year we had it. Due to some security reasons, so we don't know what it is. And we are okay with that, we have no problem. We are going to have inside the campus only, 2:30. ഡൽഹി ഗോൾഡാക് ഖാനയിലെ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ പ്രദക്ഷിണം നടത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ മാത്രം ഡൽഹിയിൽ പോലീസ് ഈ അനുമതി നിഷേധിച്ചത്? എന്ത് കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്? പ്രവിത, കഴിഞ്ഞ 15 വർഷം തുടർച്ചയായി താൻ ഈ കുരിശിന്റെ വഴി നടത്താറുണ്ട് എന്നാണ് ഇടവക വികാരി പ്രതികരിച്ചത്. എന്നാൽ ഈ ഇടവകയിലെ തന്നെ പ്രായമുള്ള ആളുകൾ, മുതിർന്ന പൗരന്മാരോടക്കം നിരവധി പേർ സ്വാതന്ത്ര്യലബ്ധിയുടെ കാലം മുതൽ തന്നെ സ്ഥിരമായി നടത്തുന്ന ഒരു കുരിശിന്റെ വഴിയാണ് ഇത്തവണ തടസ്സപ്പെടുത്തിയത് എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്നും, അതായത് ഡൽഹി സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് 10 കിലോമീറ്റർ ആരംഭിച്ച് ഈ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ സമാപിക്കുന്ന തരത്തിലായിരുന്നു നേരത്തെ പരിപാടി തയ്യാറാക്കിയിരുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് 2 വർഷങ്ങളിലൊഴികെ മറ്റൊരു തവണയും ഇത് മുടങ്ങിയിട്ടില്ല എന്നാണ് ഈ വിശ്വാസികൾ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം പോലും നടത്തിയ ഈ പരിപാടിക്ക് ഇത്തവണ എന്നാൽ ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പതിവ് കീഴ്വഴക്കമനുസരിച്ച് അധികൃതർ അനുമതി തേടി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി തേടിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പോലീസ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് മറുപടിയാണ് നൽകിയത്. അതിൽ ഒറ്റ കാരണം മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷാ കാരണത്തെ തുടർന്ന് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നു എന്നാണ് പോലീസ് അറിയിച്ചത്. കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടും ഇല്ല പോലീസ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിൽ സംഭവത്തിൽ ഈ ഇടവകയുമായി ബന്ധപ്പെട്ടോ മറ്റോ പ്രതികരണങ്ങൾ പോലീസിന്റെ അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ദേവാലയ മൈതാനത്ത് തന്നെ, അല്ലെങ്കിൽ ദേവാലയത്തോട് ചേർന്നുള്ള സെന്റ് കൊളംബസ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ദേവാലയ മുറ്റത്ത് സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ 2:30 ആരംഭിച്ച് വൈകിട്ട് 6:30 സമാപിക്കുന്ന തരത്തിലായിരുന്നു നേരത്തെ ഈ പരിപാടി ക്രമീകരിച്ചിരുന്നതെങ്കിൽ പുതിയ സമയക്രമം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആരംഭിച്ച് ഈ തൊട്ടടുത്ത് ദേവാലയത്തിന്റെ മുറ്റത്ത് ഇത് സമാപിക്കുന്ന തരത്തിലാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. സംഭവം വേദനാജനകമാണ് എന്ന പ്രതികരണമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പരിപാടി എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പരിപാടിക്കായി എല്ലാ വിശ്വാസികളെല്ലാവരും തന്നെ ഒത്തുചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും കുരിശിന്റെ വഴി. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ വിശ്വാസികളും ഒപ്പം തന്നെ വൈദികരടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരുന്നത്? ഓൾഡ് ഡൽഹി സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഇങ്ങോട്ടുള്ള പദയാത്രയാണ് കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോ ആൻഡ് ഓർഡർ കാരണം നമ്മളത് പരിപാടി നടത്തുന്നു. അത് നമ്മുടെ കോമ്പൗണ്ടിൽ നടത്താൻ പോവുകയാണ്. കുരിശിൻ്റെ വഴി നടത്താൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ തുടങ്ങാൻ പോകുന്നു. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഒരു ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. ഈ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതാണ്. എന്നിട്ടും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയ എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല പൊതുവെ. അത് ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് അതിന് ഇൻഫർമേഷൻ വന്നത്. അപ്പോൾ നമുക്കറിയത്തില്ല. അപ്പോൾ ഞായറാഴ്ച ആണ്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കഴിഞ്ഞ വർഷവും നടന്നതാണല്ലോ. കഴിഞ്ഞ വർഷം നടന്നില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഞാനിവിടെ ഇല്ലായിരുന്നു, അതെനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.
എന്തായാലും അല്പസമയത്തിനകം തന്നെ കുരിശിന്റെ വഴി ആരംഭിക്കും. അതിനായി വിശ്വാസികൾ എല്ലാവരും തന്നെ ഈ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ തന്നെ പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് ഈ ദേവാലയ അങ്കണത്തിലേക്ക് ആയിരിക്കും ഇപ്പോൾ പുതിയ ഒരു പാത നിശ്ചയിച്ചിരിക്കുന്നത്. അതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പോലീസ് ഈ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും അത് മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ദേവാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന സെന്റ് കൊളംബസ് സ്കൂൾ അങ്കണത്തിലേക്ക് മാറ്റി മറ്റ് പരിപാടികളെല്ലാം നിശ്ചയിച്ച പോലെ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിൽ വലിയ വേദനയുണ്ടെന്ന് വിശ്വാസികൾ പറയുന്നു. പക്ഷേ പ്രദക്ഷിണം നടത്താൻ തന്നെയാണ് തീരുമാനം. പള്ളി അങ്കണത്തിൽ അല്പസമയത്തിനകം തന്നെ കുരിശിന്റെ വഴി.